ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുംഭഭരണി വിഷസ്. ഇത് ഉണക്കക്കൊഞ്ചും മാങ്ങാക്കറി. ഇതാണ് ഉണക്കക്കൊഞ്ചും മാങ്ങയും. കുംഭഭരണി സ്പെഷ്യലായിട്ടുള്ള ഉണക്കക്കൊഞ്ചും മാങ്ങാക്കറി കേട്ടോ. ഇപ്പം കുംഭഭരണിയൊക്കെ വരികയല്ലേ, നിങ്ങൾക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. ഈ കുംഭഭരണി സമയത്ത് വെച്ചിട്ടുള്ളവര് ഇവിടെയുള്ളവരെല്ലാം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഈ ഉണക്കക്കൊഞ്ചും മാങ്ങയും. കൊഞ്ചും മാങ്ങയുടെയും പിന്നിലൊരു കഥയുണ്ട് കേട്ടോ, മിത്ത് പോലെ. പണ്ട് ഒരു സ്ത്രീ ഇങ്ങനെ ഉണക്കക്കൊഞ്ചും മാങ്ങയും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ സമയത്ത് ദേവിയുടെ എനിക്ക് വന്ന് കെട്ടുകാഴ്ച അത് കാണാൻ സമയമായി, തുടങ്ങാൻ സമയപ്പം അവർക്ക് ഭയങ്കര ആഗ്രഹം അത് കാണണമെന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടി പോയപ്പോൾ ഈ കൊഞ്ചും മാങ്ങ അവിടെ ഇരിക്കുകയായിരുന്നു. തിരികെ വന്നപ്പോൾ നല്ലതായിട്ട് റെഡി ആയിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പിന്നിൽ ദേവിയുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അന്ന് തൊട്ടാണ് അവിടെയുള്ളവരൊക്കെ ഈ ഉണക്കക്കൊഞ്ചും മാങ്ങയും ഉണ്ടാക്കുന്നത് ഈ സമയത്ത് കേട്ടോ. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ആദ്യം വേണ്ടത് ഉണക്കക്കൊഞ്ച് കേട്ടോ. ഉണക്കക്കൊഞ്ച് ക്ലീനൊക്കെ ചെയ്തിട്ട് എടുക്കണം. ഓക്കെ, അപ്പം ഞാനത് കാണിക്കാം എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ആദ്യം 1/2 കപ്പ് കൊഞ്ച്, ഉണക്കക്കൊഞ്ച് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഇത് ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഈ തലയും വാലൊക്കെ എടുത്ത് കളഞ്ഞിട്ട് എടുത്ത് 1/2 കപ്പ് കേട്ടോ. ആദ്യം ഒന്ന് വാഷ് ചെയ്യാം. ഓക്കെ, വാഷ് ചെയ്തുകൊണ്ട് വന്നിട്ടോ നമുക്കിതിനകത്തൊന്ന് ഇങ്ങനെ വെള്ളം കളഞ്ഞെടുക്കാം. ഓക്കെ, ഇങ്ങനെ ഡ്രെയിൻ ചെയ്ത് ഇങ്ങനെ എടുത്ത് വെക്കാം കൊഞ്ച്. പിന്നെ ആവശ്യമുള്ളത് മാങ്ങ ഉണ്ടോ. മാങ്ങ ഇത് ഇങ്ങനെ അവിടെ ഇടയ്ക്കായിട്ടൊന്ന് പീൽ ചെയ്തിട്ട് ഇതേപോലെ അരിഞ്ഞെടുക്കുക. ഒരു മീഡിയം സൈസ് മാങ്ങ. ഓക്കെ, പക്ഷെ മാങ്ങയ്ക്ക് ഒരു ചെറിയ പുളിയെങ്കിലും വേണം. ഒട്ടും പുളിയില്ലാത്ത മാങ്ങ കൊള്ളില്ല കേട്ടോ. ഇനി ഇത് കുറച്ച് ചെറിയ ഉള്ളി കേട്ടോ, പേലോണിന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് വരാം. പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലിയും കറി ലീഫും. ഓക്കെ, ഗ്രീൻ ചില്ലി ഒന്ന് സ്ലിറ്റ് ചെയ്ത് ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞിട്ട് വരാം. ഒരു 7 പേലോണിയും ഞാൻ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചു. 7 ഗ്രീൻ ചില്ലി ഒന്ന് സ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറി ലീഫും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റാനാണ് കേട്ടോ. കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് വഴറ്റും. അപ്പോൾ അതിനകത്തോട്ട് ഇടാനുള്ളതാണ് ഈ ഉലുവാപ്പൊടി. 1.5 ടീസ്പൂൺ ഉലുവാപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ആണ് അരിക്കാനുള്ളത് കേട്ടോ. 1/4 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ സ്പൈസി ചില്ലി പൗഡർ, 3 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, പിന്നെ ഒരു 3 ഗ്രീൻ ചില്ലി കറി ലീഫും 1 പേളോണിനും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് കറി ലീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് കുറച്ച് കറി ലീഫിലിട്ട് ഗാർണിഷ് ചെയ്തെടുത്താൽ അടിപൊളി കൊഞ്ചും മാങ്ങ റെഡി അല്ലേ. പിന്നെ കുറച്ച് സാൾട്ട്. അപ്പോൾ എല്ലാം എടുത്ത് വെച്ചിരിക്കുക. നമുക്കപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചിട്ട് വരാം. അരയ്ക്കുമ്പം ഒത്തിരി അരഞ്ഞു പോലെ കേട്ടോ. അതുപോലെ തോരൻ്റെ ഒട്ടും അരയ്ക്കല്, ഇൻ ബിറ്റ്വീനായിട്ട് അരച്ചെടുക്കാൻ നോക്കുക. അപ്പം ആദ്യം നമുക്കിത് അരച്ചിട്ട് വരാം. തേങ്ങ ഇതേപോലെ അരച്ച് വെച്ചു. ഒരു കലം വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച കൊഞ്ചില്ലേ, വാഷ് ചെയ്ത് വെച്ച് ഉണക്കക്കൊഞ്ചിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ അതിനൊരു മണം വരും. ഓക്കെ, അമ്മയെ പറയും ഇങ്ങനെ ഉണക്കക്കൊഞ്ചൊന്ന് വറുത്തിട്ടെടുത്താൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിനകത്ത് ഞാൻ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്കൊരു വറുത്ത മണം വരുന്നുണ്ട്, അത് മതി കേട്ടോ. ആ മണം വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. വറുത്ത് കോരി അങ്ങോട്ട് മാറ്റി വെക്കാം. അതിലത്ത് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ഉള്ളിയില്ലേ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ഓക്കെ, ഒത്തിരി വഴറ്റൊന്നും വേണ്ട, ഒരു ടേസ്റ്റിന് വേണ്ടി. ആ ചെറിയ ഉള്ളി ഇട്ട് 1 മിനിറ്റ്. ഓക്കെ, കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ട് ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം. ഓക്കെ, വേഗത്തിൽ വാടി വരാൻ വേണ്ടി ഒരു നുള്ളി ഉപ്പിട്ട് കൊടുക്കാം. ഗ്രീൻ ചില്ലി ഇട്ടിട്ട് നമുക്ക് കറി ലീഫ് ഇട്ടുണ്ടോ. ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങനെ വാടി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ആ എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടിയില്ലേ ഇട്ട് കൊടുത്ത് 2 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം. ഉലുവാപ്പൊടി വറുക്കണം കേട്ടോ, വറുത്ത മണം വരണം.
ഇപ്പോൾ ആ ഉലുവപ്പൊടിയുടെ വറുത്ത മണം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു മണം വരുന്ന ശേഷം നമുക്കിത് ഈ അരിഞ്ഞ് വെച്ച് മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്ത് അതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. നല്ല മണം വരുന്നുണ്ട്. മാങ്ങയും കൂടി ഇട്ടിട്ട് 1 മിനിറ്റ് ഞാൻ അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ അരപ്പില്ലേ, അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്ത് അരപ്പിട്ട് നമ്മളൊന്ന് ഇളക്കുക. മാങ്ങായും അരപ്പും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, 1 കപ്പ് വെള്ളം ഒഴിച്ചെടുത്ത് നോക്കാം. വേണമെങ്കിൽ വെള്ളം കുറച്ചുകൂടി ഒഴിച്ചെടുത്ത്, അത് നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതേപോലെ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, എന്താ പറയുക, ഇനിയിപ്പോൾ കൊഞ്ചിടുമല്ലോ, അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ടുള്ള വാട്ടർ ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, ഇനിയിപ്പോൾ ഇതൊന്ന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഒന്ന് നമുക്ക് ബോയിൽ ചെയ്ത് വരട്ടെ. ഓക്കെ, അടച്ച് വെച്ച് മാങ്ങയൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഉണക്കക്കൊഞ്ച് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ തിളച്ച് വരുന്നുണ്ട്, തിളച്ച് തുടങ്ങി. നിങ്ങൾ ഈ മാങ്ങ അരിയുമ്പം ഒത്തിരി കട്ടിയായിട്ട് അരിയില്ല കേട്ടോ. തിന്നായിട്ട് തന്നെ വേഗത്തിൽ മാങ്ങ കുക്ക് ചെയ്ത് വരും. കൊഞ്ച് വേഗത്തിൽ കുക്ക് ചെയ്ത് വരും, മാങ്ങ പക്ഷേ ടൈം എടുക്കുന്നതുകൊണ്ട് തിന്നായിട്ട് ഇതേപോലെ അരിഞ്ഞ വേഗത്തിൽ മാങ്ങ കുക്ക് ചെയ്ത് വരും. ഇതിപ്പം തിളച്ചപ്പോൾ തന്നെ കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. മാങ്ങ ഒരു പകുതി വേവായെങ്കിൽ നമുക്ക് കൊഞ്ചിട്ട് കൊടുക്കാം. ഞാൻ ഈ തിന്നായിട്ട് അരിഞ്ഞേക്കുന്നതുകൊണ്ട് മാങ്ങ കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്, ഹാഫ് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഉണക്കക്കൊഞ്ച് അതിട്ടിട്ട് ഇളക്കിയിട്ട് ഇതെല്ലാം കൂടെ അവിടെ നിന്ന് കുക്ക് ചെയ്ത് വരട്ടെ. ഓക്കെ, ഈ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് അവിടെ അവിടെ തന്നെ കുക്ക് ചെയ്ത് വരട്ടെല്ലാം കൂടെ. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് അടിപൊളിയായിട്ട് അല്ലേ നമ്മുടെ ഉണക്കക്കൊഞ്ച് ടേസ്റ്റി കറി. പിന്നെ ഈ ഗ്രേവി എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഒക്കെ നിങ്ങൾക്ക് കൂടുതൽ വെള്ളം പോലെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക, അതല്ല ഇതിനേക്കാളിലും തിക്കായിട്ടിരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഇതേപോലെ കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, ഇതേപോലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട്. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഇച്ചിരി ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി ഞാൻ, നന്നായിട്ടുണ്ട്. പിന്നെ കൊഞ്ചും മാങ്ങയൊക്കെ കുക്ക് ചെയ്ത് വന്നിട്ടുണ്ടോ നോക്കുക. ഓക്കെ, ശരിക്കും കൊഞ്ചിനൊക്കെ വേവ് കുറവാണ്. അപ്പം 5 മിനിറ്റ് മാങ്ങയൊക്കെ കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടു, മാങ്ങയും കൊഞ്ചൊക്കെ കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അത് നോക്കുക. ഓക്കെ, നോക്കിയിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാം. കലത്തിയിരിക്കുന്നുണ്ട്, വീണ്ടും വെള്ളം കുറഞ്ഞു വരും കേട്ടോ. ഫസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ, ഞങ്ങളുടെ വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടിയായിട്ട് ഇരിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറി ലീഫ് ഇട്ടെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ഉണക്കക്കൊഞ്ച് മാങ്ങ റെഡി. നമുക്ക് ആവശ്യത്തിന് ഗ്രേവിയും ഇതൊക്കെയാണ്. ഞാനിത് എനിക്കൊന്ന് 1 കപ്പും കുറച്ചുകൂടി 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട്, പക്ഷെ കുക്ക് ചെയ്ത് വന്നപ്പോൾ എല്ലാം കറക്റ്റായിട്ടിരിക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും ലാസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിയിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് അടിപൊളി ഉണക്കക്കൊഞ്ച് മാങ്ങ റെഡി. അപ്പോൾ എല്ലാവരും കുംഭഭരണിക്ക് ഈ കറിയിൽ വെച്ച് നോക്കുക. ഓക്കെ, എന്തും ഞാൻ ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം കുറച്ചെടുത്തിട്ട്. പിന്നെ ഉപ്പൊക്കെ നോക്കുക. ഓക്കെ, ഉപ്പ് നോക്കി
വെളിച്ചെണ്ണയും കറിയിലേക്കൊക്കെ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഉണക്കക്കൊഞ്ചും മാങ്ങ റെഡി. സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെച്ച് തന്നിട്ടും അതിങ്ങനെ തെളിച്ചുകൊണ്ടേയിരിക്കും. ഈ കലത്തിൽ എന്താ പറയുക, ഇങ്ങനത്തെ കലത്തിൽ വെക്കുമ്പോൾ പിന്നെയും നല്ല ചൂട് കാണും. ഞാൻ ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ടെസ്റ്റിങ് നടത്തി നോക്കട്ടെ. ഓക്കെ, ഒരു സർവിങ് ബോളിലോട്ടൊക്കെ മാറ്റി വെച്ച് അടിപൊളിയായിട്ടുണ്ട് അല്ലേ. നമുക്ക് കഴിച്ച് നോക്കാം അല്ലേ. കുക്ക് ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. നോക്കാം, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പുളിയും എരിവും ഉപ്പും ഒക്കെ ആവശ്യത്തിനുള്ള നല്ലൊരു അടിപൊളി കറി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി കുംഭഭരണി വിഷസ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇനി വേറെ റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.